നമസ്കാരം. സന്നിധാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയ്യപ്പന്മാരുടെ ബാഹ്യ ശരീരത്തിൽ താടിയും മുടി നീട്ടി വളർത്തുന്ന ഒരു പദ്ധതിയുണ്ട്. എന്തിനാണ് താടിയും മുടി നീട്ടുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. വേദങ്ങളും വൈദിക സാഹിത്യങ്ങളും ഒക്കെ ഒരു സാധകൻ എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ച് ചില വിവരങ്ങൾ നൽകുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ താടിയും മീശയും ഒക്കെ കൃത്യമായി വളർത്തുന്നതിലൂടെ അത് വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി വളർത്തുകയല്ല, മറിച്ച് തന്റെ ശരീരത്തിന്റെ ഒരു സന്തുലിത അവസ്ഥയിൽ കോശങ്ങൾ മുഴുവനും അന്നമയ കോശത്തിലും പ്രാണമയ കോശത്തിലും മേനാമയ കോശത്തിലും വിജ്ഞാനമയ കോശത്തിലും ആനന്ദമയ കോശത്തിലുമെല്ലാം ഇപ്പോൾ അയ്യപ്പമയമാണ്. അയ്യപ്പനാൽ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയ്യപ്പനായി സ്വയം മാറുന്ന സമയത്ത് സ്വന്തം ശരീരത്തിനെ കുറിച്ചുള്ള ചിന്ത പതുക്കെ വെടിഞ്ഞു തുടങ്ങും. ഇത് സ്വന്തം ശരീരമാണ് എന്ന ബോധത്തേക്കാൾ ഇത് അയ്യപ്പന്റെ ശരീരമാണ്, അയ്യപ്പനാണ് ഇതിനകത്ത് താമസിക്കുന്നത് എന്ന ബോധം ഓരോ അയ്യപ്പനും വളർത്തിക്കൊണ്ടുവരുവാൻ ആരംഭിക്കും. ആ ഒരു സന്തുലിത അവസ്ഥ തകർക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ താടി രോമങ്ങളുടെ വളർത്തൽ. കാരണം അതൊക്കെ നമ്മൾ മുറിച്ചു മാറ്റുമ്പോൾ നമുക്കുള്ള ഈ യോഗാവസ്ഥ നഷ്ടപ്പെടും. നമ്മുടെ ഉള്ളിൽ നാം ഇപ്പോൾ അയ്യപ്പനാണ്, അതുകൊണ്ട് മുദ്ര ധരിച്ചിരിക്കുന്നു. അങ്ങനെ നാം സ്വയം അയ്യപ്പനായി തീർന്നിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ മുഴുവൻ ഒരു ചിന്തയുണ്ട്. യാഗത്തിന് തയ്യാറെടുക്കുന്ന ഒരു പുരോഹിതനും യജമാനനും ഇങ്ങനെ തന്നെയാണ്. യാഗത്തിന് തയ്യാറെടുക്കുന്ന യജമാനൻ ഈ ദൃശ്യമായ എല്ലാ വ്രതങ്ങളും പാലിക്കേണ്ടതുണ്ട്. അദ്ദേഹവും താടി രോമങ്ങളെ കൃത്യമായി കാത്തു സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിൽ ഇപ്പോൾ നിറഞ്ഞിരിക്കുന്ന ശരീരത്തിലെ അയ്യപ്പ ദർശനത്തെ ഇല്ലാതാക്കാൻ ഒരുപക്ഷെ താടി രോമങ്ങളെ കുറിച്ചുള്ള പ്രത്യേക ചിന്തകൾക്ക് കഴിഞ്ഞേക്കാം. എല്ലാ തരത്തിലും സൂക്ഷ്മമായാണ് നമ്മുടെ ചിന്ത. വളരെ സൂക്ഷ്മമായിട്ടാണ് ഓരോ അയ്യപ്പനും തന്റെ സാധനയെ അഥവാ തപസ്സിനെ വളർത്തേണ്ടത്. ഇത് നാം അതിനെ പലപ്പോഴും ഒരു വ്രതമായിട്ടോ അല്ലെങ്കിൽ ഒരു വഴിപാടായിട്ടോ ആണ് കാണുന്നത്. അത്തരത്തിൽ വഴിപാടായിട്ട് കാണുന്ന സമ്പ്രദായമല്ല പ്രാചീന കാലത്തുണ്ടായിരുന്നത്. അതിനപ്പുറത്ത് സ്വയം അയ്യപ്പനാകുന്നതിനുള്ള ഗൗരവപൂർണമായ പദ്ധതിയാണിത്. സ്വയം ഗൗരവമായി അയ്യപ്പനായി തീരുന്നതിനുള്ള പ്രവർത്തനത്തിന്റെ സാഫല്യം അത് പൂർത്തീകരിച്ച് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ശരീരത്തിലായാലും മനസ്സിലായാലും ബുദ്ധിയിലായാലും ഒരു തരത്തിലുള്ള വീഴ്ചകൾക്കും തയ്യാറാവില്ല. വളരെ ഗൗരവത്തോടു കൂടി തന്നെ നാം സാധനയെ കൊണ്ടു നടക്കേണ്ടതുണ്ട്. 41 മണ്ഡല ദിവസങ്ങളിൽ വ്രത തീവ്രതയോടെ ഈ ശരീരത്തിലെ താടിയെയും മുടിയെയും ഒരുപോലെ നിലനിർത്തിയിട്ട് അഗ്നിയെ സൂക്ഷിച്ചു വെക്കണം. അഗ്നിയെ സ്വന്തം നിറമാക്കി മാറ്റിയിട്ട് അതുപോലെ തന്നെ നാക്കിൽ അഗ്നി നിറച്ചിട്ട് സ്വയം അഗ്നിയായി മാറി ഈശ്വര തുല്യനായി മാറുക, അയ്യപ്പനായി മാറുക എന്ന തീവ്ര സാധനയാണ് ഇവിടെ. ഇങ്ങനെ അയ്യപ്പനായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഈ അവബോധത്തോടു കൂടി ഈശ്വരനെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ഔപനിഷിതമായ ചിന്തകളാൽ ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായിരുന്നു. ഇതുകൊണ്ടാണ് പിന്നീടൊക്കെ നമ്മൾ ഋഷിമാരുടെയൊക്കെ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ താടിയോട് കൂടിയ മുടി നീട്ടിയിട്ടുള്ള ആളുകളുടെ ചിത്രങ്ങൾ വരയ്ക്കുന്നത്. അവരുടെ ശ്രദ്ധ മുഴുവൻ അന്ധനേത്രങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഉള്ളിലേക്കാണ്, ഒരിക്കലും ബാഹ്യമായിട്ടല്ല. സ്വയം എല്ലാ ശ്രദ്ധയും ആത്മചൈതന്യത്തിൽ ഉറപ്പിച്ചിട്ടുണ്ട്. എല്ലാ ഇന്ദ്രിയങ്ങളെയും പുറത്തു നിന്ന് അകത്തേക്ക് വലിച്ചിട്ട് ഒരു പ്രത്യേക കേന്ദ്രത്തിൽ നിക്ഷിപ്തമാക്കിയിട്ടുണ്ട്. ആ കേന്ദ്രത്തിലാണ് ഇപ്പോൾ പ്രകാശമുള്ളത്. താടിയിലും മുടിയിലും ഒക്കെ ശ്രദ്ധിച്ചാൽ ആ കേന്ദ്രത്തിൽ നിന്ന് പ്രകാശം ഇല്ലാതാകും. അത്തരത്തിലുള്ള സങ്കുചിത ചിന്ത കൊണ്ട് ആത്മപ്രകാശം മാഞ്ഞു പോയേക്കാം. ഇത് ശ്രദ്ധാപൂർവം ഉണ്ടാകുന്ന ഒന്നല്ല, മറിച്ച് സ്വാഭാവികമായി ഈശ്വരീയതയിലേക്ക് പരിണമിക്കുന്ന ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ഭാവമാറ്റങ്ങളാണ്.